ദൈവം ചരിത്രത്തിലേക്ക് കടന്നു വന്ന ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന സംഭവമാണ് ക്രിസ്മസ്. കാലാതീതനായ ദൈവം സ്ഥലകാല പരിമിതികൾക്ക് വിധേയനായി തീർന്ന സംഭവം. മനുഷ്യവർഗത്തോടും സകല ശിശുക്കളോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമാണ് ക്രിസ്മസിലൂടെ വെളിപ്പെട്ടത്. ബേത്ലഹേമിൽ ജാതനായ ലോകരക്ഷകൻ രാജാതിരാജാവായി വീണ്ടും വരുമെന്ന പ്രത്യാശയോടെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഉണർത്തുപാട്ടാകണം ക്രിസ്മസ് ആഘോഷം. സർവ്വ സൃഷ്ടിയുടെയും സന്തോഷത്തിന് യേശു കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷം കാരണമാകും. ഭൂമിയിൽ ഇടം നിഷേധിക്കപ്പെട്ടതിൻ്റെയും ഇടം നൽകിയതിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. രക്ഷകനു വേണ്ടി ഒരുക്കപ്പെട്ട കാലിത്തൊഴുത്ത്. വഴിയായി പിറന്നവന്, ആരും വഴിയിൽ വെച്ച് നശിച്ചുപോകരുതെന്ന് ആഗ്രഹിച്ചവന് വഴിയമ്പലത്തിൽ ഇടം കിട്ടിയില്ല. എങ്കിലും അവനു വേണ്ടി ഒരു കാലിത്തൊഴുത്ത് ഒരുക്കപ്പെട്ടു. തങ്ങൾക്ക് സ്വന്തമായ തൊഴുത്തിൽ കിടക്കേണ്ട കാലികൾ ലോകരക്ഷകന് വേണ്ടി തങ്ങളുടെ ഇടം വിട്ടുകൊടുത്തു. തണുത്തുറയുന്ന മഞ്ഞിൽ കഠിനമായ തണുപ്പേറ്റുകൊണ്ട് വെളിയിൽ കിടക്കുന്ന കാലികൾ രക്ഷകന് ഇടം നൽകുവാനായി സഹനത്തിൻ്റെ വഴി സ്വീകരിച്ചു. സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ദാസരൂപമെടുത്ത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി പിറന്നവന് മനുഷ്യൻ ഇടം നൽകിയില്ല. എങ്കിലും കാലികൾ സ്വമനസാലെ തങ്ങളുടെ ഇടം പൂർണ്ണമായി രക്ഷകന് വിട്ടുകൊടുത്തു. നാം ആർഭാടപൂർവ്വം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പുകാരനായി അവതരിച്ച ലോകരക്ഷകന് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനങ്ങൾ കൊടുക്കേണ്ട ഇടം, സ്ഥാനം നാം നൽകിയിട്ടുണ്ടോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതുവരെ അവനെ കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ അവനെ കൈക്കൊള്ളുവാനുള്ള അവസരമാകട്ടെ. അതിലൂടെ സമാധാനം നൽകുവാൻ കഴിയാത്ത ഈ ലോകത്തിൽ സമാധാനപൂർണമായ ജീവിതം നയിപ്പാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957. നമ്പർ വീണ്ടും 988-022-1957.